ഇന്ന് സംഭവിച്ചത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും CPM-ലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം തള്ളി LDF കൺവീനർ EP ജയരാജൻ. ഇടനിലക്കാരനാണെന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്നും EP ജയരാജൻ പറഞ്ഞു. ഞാൻ പത്മജ വേണുഗോപാലിനെ CPM-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? അവർ പോയത് BJP-യിലേക്കല്ലേ? അപ്പോൾ പറയുന്നതിന് എന്താ അടിസ്ഥാനം? അവർ കോൺഗ്രസിൻ്റെ ഒരാളാണ്. അവരെങ്ങനെ പ്രത്യേകിച്ച് ഈ CPM-ലേക്ക് കൊണ്ടുവരേണ്ടത്? അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊന്നും ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ ഈ കേരളത്തിൽ തന്നെ ഇല്ലെന്നാ തോന്നുന്നു. ഞങ്ങൾക്ക് ഏതെങ്കിലും തെറ്റായ വഴി സ്വീകരിച്ച് ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യവും കേരളത്തിലെ പാർട്ടിക്കില്ല. നിങ്ങൾ ഈ പറയുന്നവരൊക്കെ ആരാ, എന്താണ്, ആരാണവർ? എനിക്കറിയുന്ന കൂട്ടരൊന്നുമല്ല ഇത്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നു. ദല്ലാളെന്ന് പറഞ്ഞതുകൊണ്ടാണ് EP ജയരാജന് മനസ്സിലാകാത്തതെന്ന് TG നന്ദകുമാറിന്റെ പ്രതികരണം. എന്നെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ല, അങ്ങനെ ഒരു പേര് എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശരിയായിരിക്കും. എന്നെ അങ്ങനെയല്ല, എന്നെ കുമാറെന്ന് അദ്ദേഹം വിളിക്കുന്നത്. അങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടത് അദ്ദേഹത്തെ അറിയല്ല. ഇവിടെ ഒരു കലണ്ടർ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്, ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ മനസ്സിലായില്ലേ? അപ്പം എന്തുമില്ലെങ്കിൽ വരില്ലല്ലോ. അതെനിക്കറിയില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ചാണെങ്കിൽ ആ ചോദ്യത്തിന് ഞാനും അദ്ദേഹം ആൻസർ പറയാൻ മതി. അദ്ദേഹം വേറെ സ്ഥലത്തിരുന്ന് പറയണം, ഞാൻ മറ്റൊരു സ്ഥലത്തിരുന്ന് പറയണം. ഞാനെങ്ങനെ പറയും അറിയില്ലെന്ന് പറഞ്ഞു? അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അവർ കാണാമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ദീപ്തി മേരി വർഗീസിനെ അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അദ്ദേഹത്തെ കാണാമെന്നാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വന്നാണ് കണ്ടത്. അല്ല, ഒരിക്കൽ വന്നിരുന്നു അന്ന് ഭക്ഷണം കഴിഞ്ഞ വർഷത്തെ ഉത്സവ സമയത്ത്. അതിനുശേഷം വന്നിട്ടില്ല. EP ജയരാജന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. പണ്ട് അന്തർധാര മാത്രമായിരുന്നു, ഇപ്പോൾ പങ്കാളിത്തമാണ്. ആരോപണം EP ഒരിക്കൽ കൂടി നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നും VD സതീശൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയായ നിരന്മയ റിട്രീറ്റ്സ് EP ജയരാജൻ്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കാളിത്തമുള്ള വൈദേകം ആയുർവേദ റിസോർട്ടും തമ്മിൽ ഒരു മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്. അതിന് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നും പറയും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ നിരന്മയ റിസോർട്ടിൻ്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ ചിത്രം ഇപ്പോൾ പുറത്തുവിടാത്തത്. അപ്പോൾ ഇനി അതുമായിട്ട് തർക്കിച്ചപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? പണ്ട് അന്തർധാര മാത്രമായിരുന്നു CPM-ഉം BJP-യും തമ്മിൽ. ഇപ്പോൾ അന്തർധാരയൊക്കെ കടന്ന് പരസ്പരം ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു. EP ജയരാജന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തള്ളി. EP ജയരാജനെ ആദ്യം ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരു കണക്ഷനും ഇല്ല. ഇത് സതീശൻ ജിന്റെയും കോൺഗ്രസിന്റെയും തലയിൽ അങ്ങനെ ഓരോരോ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് പോകട്ടെ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവർക്കിപ്പോ ഈ വികസനത്തെ പറ്റിയൊന്നും പറയാനില്ലേ? കോൺഗ്രസിന് പുരോഗതിനെ പറ്റിയൊന്നും പറയാനില്ല. ഇല്ല. അതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുക. 3 ദിവസം മുമ്പേ CA-നെ പറ്റിയൊരു നുണ, ഇന്ന് ഇത് നുണ, നാളെ വേറൊരു നുണ. 2014 നുണ കേട്ടു, 19 നുണ കേട്ടു, 24 നുണ കേൾക്കും. അവര് 0 സീറ്റ് എത്തണം വരെ ആ നുണേന്റെ രാഷ്ട്രീയം കണ്ടിന്യൂ ചെയ്യും. അത്രേ ഉള്ളൂ. വിവരങ്ങളുമായി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, തെരഞ്ഞെടുപ്പ് കാലമാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു അന്തർധാരയായിരുന്നെങ്കിൽ ഇപ്പോഴതൊരു ബിസിനസ് ബന്ധത്തിലേക്ക്, BJP CPM ബന്ധത്തിലേക്ക് അത് വളർന്നിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം പ്രതിപക്ഷം സജീവമാക്കി ഉയർത്തുന്നു. തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് വെല്ലുവിളിക്കുന്നതും നമ്മൾ കാണുന്നു. ഒപ്പം തന്നെ EP ജയരാജൻ്റെ വാർത്താ സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. ഈ BJP-യും CPM-ഉം തമ്മിലാണ് മത്സരമെന്നുള്ള പ്രസ്താവനയിൽ മലക്കം മറയുന്നത്. ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസിൻ്റെ കാര്യത്തിൽ, പത്മജയുടെ കാര്യത്തിൽ LDF-ലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള പ്രതികരണം. EP-യുടെ വാർത്താ സമ്മേളനത്തിൻ്റെ ഉള്ളടക്കം, ഈ വിവാദങ്ങൾ പുരോഗമിക്കുന്നത്, വളരുന്നത് ഏത് തരത്തിൽ സജോ?
റിജിത്ത്, ഇ.പി. ജയരാജന്റെ തന്നെ പരാമർശം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിലെല്ലാം കണ്ടത്. അദ്ദേഹം BJP-യുടെ ചില സ്ഥാനാർത്ഥികൾ, അതായത് 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ മികച്ചവർ, മത്സരം LDF-ഉം BJP-യും തമ്മിൽ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. പിന്നാലെ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. പിന്നാലെ ആ പരാമർശത്തിൽ അദ്ദേഹം മലക്കമറിയുന്ന കാഴ്ച ഇന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞത് താൻ അതിലൊരു ജാഗ്രത പാലിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന മട്ടിലൊരു ന്യായീകരണം അതിനെ ചമച്ചു. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം LDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്നതിന് കൃത്യമായ മറുപടി പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ നൽകാൻ ശ്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാന ആയുധമായും അവർ ഉപയോഗിച്ചത് വൈദേകം റിസോർട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട അതിലെ കരാർ. ആ കരാർ, വൈദേകം റിസോർട്ട് എന്നത് ഇ.പി. ജയരാജൻ അതിൻ്റെ മുഖ്യ ഉപദേഷ്ടാവാണ്. ഇ.പി.യുടെ ഭാര്യ അതിൽ മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ളയാളാണ്. മകനും ഓഹരി പങ്കാളിത്തമുണ്ട്. അതായത് ഇ.പി.യുടെ കുടുംബം തന്നെയാണ് പ്രധാന ഓഹരി കൈയാളുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ നടത്തിപ്പ് വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ നിരാമയ റിട്രീറ്റ്സ് എന്ന, അതായത് തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റൽസിന് കീഴിലാണ് നിരാമയ റിട്രീറ്റ്സ് എന്ന സ്ഥാപനം. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്ന ആരോപണം, രാഷ്ട്രീയ അന്തർധാരയ്ക്കപ്പുറം കച്ചവട ബന്ധം, ബിസിനസ് ബന്ധം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഇ.പി. ജയരാജൻ BJP-യെ സഹായിക്കാൻ വേണ്ടി പ്രസ്താവന നടത്തുന്നു എന്നതാണ്. ഇത്രയും കാലം CPIM ഒരുപക്ഷെ കൂടുതൽ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണം തിരിച്ച് കുറെ കൂടി ഗൗരവമായ തലത്തിൽ പ്രതിപക്ഷം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പരാമർശത്തിൻ്റെ തുടർച്ചയായാണ്. എന്താണ് ശ്രദ്ധേയം? അതാണ് ഇ.പി. ജയരാജൻ തള്ളാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കരാർ ഉണ്ട് എന്നത് ഇ.പി. ജയരാജൻ സമ്മതിക്കുന്നുണ്ട്. നിരാമയുമായി ഒരു കരാറുണ്ട്. അതായത് അവിടെ ഒരു ആയുർവേദ റിസോർട്ടാണ്, അവിടുത്തെ ആയുർവേദ ചികിത്സ നിരാമയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തുക നൽകും വിധം പ്രതിഫലം അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെക്കുന്ന തരത്തിലാണ് ക്രമീകരണം. കരാറിനെ അദ്ദേഹം തള്ളുന്നില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ല, പത്രത്തിൽ ഫോട്ടോ കണ്ടുള്ള പരിചയമേ ഉള്ളൂ, ഫോണിൽ വിളിച്ച ബന്ധം പോലും ഇല്ല, അങ്ങനെ എന്തെങ്കിലും തെളിവ് ഹാജരാക്കുകയാണെങ്കിൽ ആ ബിസിനസ്സുകളൊക്കെ കൈമാറാം എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖറുമായി എന്തെങ്കിലും ബിസിനസ് ബന്ധമില്ല എന്ന് അദ്ദേഹം തുടർച്ചയായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതാണ് അദ്ദേഹം പ്രധാനമായും ചെയ്തത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ദല്ലാൽ നന്ദകുമാറുമായി ബന്ധമേ ഇല്ല എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും CPM-ൽ എത്തിക്കാൻ ദല്ലാൽ നന്ദകുമാർ ഇ.പി. ജയരാജനായി ഇടനില നിന്നു എന്നതായിരുന്നു. അത് ദല്ലാൽ നന്ദകുമാർ തന്നെയാണ് വെളിപ്പെടുത്തിയത്. പക്ഷേ അത് നന്ദകുമാറിനെ അറിയുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒപ്പം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളൊന്ന് ഇ.പി.യെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മുഖ്യ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഓഹരി പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ടിലേക്കും കാര്യങ്ങൾ എത്തുന്നു. അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയാകുന്നു. അങ്ങനെ CPM തന്നെ ഇ.പിക്ക് പ്രതിരോധം ഒരുക്കുന്നില്ല, പകരം തള്ളിക്കളയുകയാണെന്നത് ശ്രദ്ധേയം. ഇ.പി. തന്നെ പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനൊക്കെയാണ് അദ്ദേഹം ഇന്ന് വിശദീകരണം നൽകാൻ ശ്രമിച്ചത്. പക്ഷേ ഈ കച്ചവട ബന്ധമില്ല എന്ന് ആവർത്തിച്ച് വിശദീകരിക്കാനും അദ്ദേഹം ശ്രമിച്ചു. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. അസത്യ പരാമർശം നടത്തിയതിന് LDF കൺവീനർ ഇ.പി. ജയരാജനെതിരെ നിയമ നടപടിക്ക് 24. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 24-നെതിരെ അസത്യ പരാമർശങ്ങൾ നടത്തിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ഡ്രൈവർ നടത്തിയ വെളിപ്പെടുത്തൽ സംപ്രേഷണം ചെയ്തതാണ് ഇ.പി. ജയരാജന്റെ ആരോപണത്തിന് പിന്നിൽ. മുഖ്യപ്രതികളിൽ ഒരാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിലും ഇ.പി. ജയരാജനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കരുത്തുകാട്ടാൻ ഇന്ത്യ മുന്നണി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലി മുംബൈയിൽ ശിവാജി പാർക്കിലാണ്. റാലി ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന മെഗാ റാലിയിൽ ഇടതു പാർട്ടികൾ ഇല്ല. ക്ഷണം ലഭിച്ചെങ്കിലും CPIM പങ്കെടുക്കുന്നില്ല. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈ ശിവാജി പാർക്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ, ഇന്ത്യാ സഖ്യം കരുത്തുകാട്ടുന്ന ഒരു പരിപാടി, അതിൽ ഇടതു പാർട്ടികളുടെ സാന്നിധ്യം, അതിനെ ഒരു തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇവിടെ കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ മറുവശത്തുണ്ട്. ഈ മഹാറാലി തുടങ്ങിക്കഴിഞ്ഞോ? ഏതൊക്കെ പാർട്ടികളുടെ പങ്കാളിത്തം? വിവരങ്ങൾ എങ്ങനെ? ശ്രീനാഥ് ചന്ദ്രൻ. മഹാറാലി ഇപ്പോൾ തുടങ്ങുകയാണ്. ശിവാജി പാർക്കിലേക്ക് എത്തി. ശിവാജി പാർക്കിലെ ശിവാജിയുടെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. ഇപ്പോൾ വേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ശരത് പവാറിനെ കാണാം, മെഹബൂബ മുഫ്തിയെ കാണാം, ഒപ്പം തന്നെ SK സ്റ്റാലിനെ കാണാം, സോറിനെ കാണാം. അങ്ങനെ പ്രധാനപ്പെട്ട മുന്നണി നേതാക്കളൊക്കെ തന്നെ ഏതാണ്ട് കുറെ പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയും അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ എത്തേണ്ടിയിരിക്കുന്നു. മുന്നണിയുടെ ഒരു ശക്തി പ്രകടന വേദിയാക്കി ഇന്നത്തെ ഈ മഹാറാലി മാറ്റാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതിനൊപ്പം തന്നെ ഈ മുന്നണിയുടെ
ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം ശ്രീനാഥിലേക്ക് വീണ്ടും എത്താം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലി മുംബൈയിൽ നടക്കാൻ പോകുന്നു. ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം നടക്കാൻ പോകുന്നു. ശിവാജി പാർക്കിലാണ് ഈ റാലി നടക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന മെഗാ റാലിയിൽ പക്ഷേ ഇടതു പാർട്ടികളുടെ അസാന്നിധ്യം ശ്രദ്ധേയമാവുകയും ചെയ്യുന്നുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. ആലുവയിൽ ഇന്ന് രാവിലെ 3 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയത് പോലീസുകാരൻ വാടകയ്ക്കെടുത്ത വാഹനത്തിൽ. കാർ തിരുവനന്തപുരം കണിയാപുരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട AR ക്യാമ്പിലെ ASI സുരേഷ് ബാബുവാണ് കാർ വാടകയ്ക്കെടുത്തത്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്യും. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ കാർ പരിശോധിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഹരികൃഷ്ണൻ, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്ന നിഗമനം, അതിന്റെ അന്വേഷണ പുരോഗതിയൊക്കെ എങ്ങനെ? ഹരികൃഷ്ണൻ. റിജിത്ത്, ഇന്ന് രാവിലെയാണ് ഈ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഈ 3 യുവാക്കളെ ഈ തട്ടിക്കൊണ്ടുപോയതായി പരാതി ഉയർന്നത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഇത്തരത്തിലൊരു ഇന്നോവ കാറിൽ നാട്ടുകാർ പറയുന്നതനുസരിച്ച് 3 യുവാക്കളെ 4 അംഗ സംഘം മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പോലീസിന് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവുമില്ലായിരുന്നു. അതിനുശേഷമാണ് ഇതിലൊരു പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ഈ തിരുവനന്തപുരം കണിയാപുരത്ത് ആളൊഴിഞ്ഞ പ്രദേശത്ത് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ കാർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാറിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ കണിയാപുരം പ്രദേശവാസികൾ, ഈ കാർ കണ്ട പ്രദേശവാസികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഈ കാറിൽ ഉണ്ടായിരുന്നത് 6 അംഗ സംഘമാണ്. ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഇവർ ഒരു ഓട്ടോയിൽ കയറി പോയതായും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ വിരലടയാള വിദഗ്ധരും മറ്റും ഈ കാർ പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാറുമായി ബന്ധപ്പെട്ട് ഈ കാറിൻ്റേത് ആദ്യം വ്യാജ നമ്പറായിരുന്നു എന്നായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം. എന്നാൽ അത് വ്യാജമല്ല. ഇത് പത്തനംതിട്ട AR ക്യാമ്പിലെ ഒരു പോലീസുകാരൻ വാടകയ്ക്കെടുത്ത ഒരു കാറാണ് എന്ന് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഈ പത്തനംതിട്ട AR ക്യാമ്പിലെ ASI ആയിട്ടുള്ള സുരേഷ് ബാബു ആണ് ഈ കാർ വാടകയ്ക്കെടുത്തിട്ടുള്ളത്. അയാളെ ഈ കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഈ ഓട്ടോ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. റിജിത്ത്. ശരി, ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ബോണ്ടിലെ കോടികളുടെ കണക്ക്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2019 ഏപ്രിൽ 12 സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. 2019 ശേഷം നൽകിയ ബോണ്ടുകളുടെ സീരിയൽ നമ്പർ വെളിപ്പെടുത്തുന്നതിൽ SBI മറുപടി നൽകേണ്ട സമയം നാളെ അവസാനിക്കും. പകർപ്പുകൾ കൈവശമില്ലാത്തതിനാൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങൾ തിരികെ വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി പകർപ്പുകൾ എടുത്ത ശേഷം വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഇതാണ് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ കമ്മീഷൻ പുറത്തുവിട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 1450 കോടിയുടെ ബോണ്ട് BJPക്ക് ലഭിച്ചു. കോൺഗ്രസിന് 383 കോടിയുടെ ബോണ്ടും ലഭിച്ചു. 2019-20 കാലയളവിൽ 2555 കോടിയുടെ ബോണ്ടുകളാണ് BJPക്ക് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ പണം ലഭിച്ച പാർട്ടികളിൽ 2ാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് 3ാം സ്ഥാനത്തും BRS 4ാം സ്ഥാനത്തും. DMK പാർട്ടിക്ക് ലഭിച്ച 656.5 കോടിയിൽ 509 കോടി രൂപ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസിൽ നിന്നാണ്. 2019 മുതൽ 2024 വരെ വിവിധ സ്ഥാപനങ്ങൾ വാങ്ങുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുകയും ചെയ്ത ബോണ്ടുകളുടെ പട്ടിക കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഏത് കമ്പനി ഏതൊക്കെ പാർട്ടിക്ക് ബോണ്ട് നൽകി എന്നത് വ്യക്തമായിരുന്നില്ല. ബോണ്ടിന്റെ സീരിയൽ നമ്പർ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് സുപ്രീം കോടതി SBIയോട് ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മറുപടി പറയാൻ SBIക്ക് നാളെ വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. 24 ഡൽഹി. പേരാമ്പ്ര സ്വദേശി അനുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി മുജീബ് വലയിലായത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ്. അനുവിനെ കൊലപ്പെടുത്തിയത് തോട്ടിലേക്ക് തള്ളിയിട്ട് ചെളിയിലേക്ക് മുഖം താഴ്ത്തിയെന്ന് പോലീസ് പറയുന്നു. ബൈക്കിന്റെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ബൈക്ക് പ്രതി മുജീബ് മട്ടന്നൂരിൽ നിന്നും മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും കോഴിക്കോട് DYSP അരവിന്ദ് സുകുമാർ പറഞ്ഞു. ആഭരണം വിൽക്കാൻ സഹായിച്ച കൊണ്ടോട്ടി സ്വദേശിയും പിടിയിലായിട്ടുണ്ട്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സസ്പിഷൻ വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം വിക്ടിമിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സ്വർണം. ദാറ്റ് ഈസ് അവർ മെയിൻ ലീഡ്. കൊണ്ടോട്ടിയിലുള്ള മുജീബ് നമ്മുടെ ഒരു പ്രൈം സസ്പെക്റ്റായി വന്നു. മലപ്പുറം പോലീസിനോട് ഷെയർ ചെയ്തു. അവരുടെ ഇൻപുട്സ് കിട്ടി. അത് പ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെയും
മലപ്പുറം പോലീസിലെ സഹായത്തോടെയും നമുക്ക് ഇദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ലൊക്കേറ്റ് ചെയ്തിട്ട് പ്രതിയെ നമുക്ക് പിടിക്കാൻ പറ്റി. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, അതിക്രൂരമായ രീതിയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. പോലീസ് അത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. ഈ മുജീബിലേക്ക് എത്താൻ സഹായകമായത്, നിർണായകമായത് CCTV ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് എന്തൊക്കെയാണ്? പോലീസ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് എങ്ങനെയാണ് രാഹുൽ? ടി.കെ. മുട്ടൊപ്പം വെള്ളത്തിൽ യുവതി കൊല്ലപ്പെട്ടതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് കുടുംബം ആദ്യം തന്നെ ആരോപിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ കേസിന്റെ ചുരുളഴിച്ചത്. ടി.കെ. സൂചിപ്പിച്ച പോലെ തന്നെ പ്രദേശത്തെത്തിയ ബൈക്ക് കേന്ദ്രീകരിച്ചായിരുന്നു പേരാമ്പ്ര പോലീസിന്റെ പ്രധാനപ്പെട്ട അന്വേഷണം. ഏതാണ്ട് 100-ലധികം CCTVകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിരുന്നു. ഇതിനൊടുവിലാണ് മട്ടന്നൂരിൽ നിന്നും പ്രതി മോഷ്ടിച്ചു കൊണ്ടുവന്ന ബൈക്കിലാണ് ഈ സംഭവ സ്ഥലത്തെത്തിയ ശേഷം കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയത്. പിന്നീട് പ്രതി കൊണ്ടോട്ടിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ കൊണ്ടോട്ടിയിൽ നിന്നുമാണ് ഈ പ്രതി പിടിയിലാവുന്നത്. അയാളുടെ വീട്ടിൽ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനൊടുവിൽ യുവതിയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്താൻ മറ്റൊരാളുടെ സഹായം കൂടി ലഭിച്ചുവെന്ന് പ്രതി പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാം പ്രതിയായ അബൂബക്കറിലേക്കും പോലീസ് അന്വേഷണം എത്തിയത്. രണ്ടുപേരെയും ഇന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം പേരാമ്പ്രയിൽ എത്തിച്ചിട്ടുണ്ട്. ഈ സ്വർണം വിൽപ്പന നടത്താൻ ശ്രമിച്ച ജുവലറിയിലും അതോടൊപ്പം തന്നെ ഈ ബൈക്ക് ഉപേക്ഷിച്ച സ്ഥലത്തും എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തി. ഈ കൊലപാതകം നടത്തിയ സ്ഥലത്ത് നാളെയായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുവാൻ പോകുന്നത്. ആളുകളെല്ലാം തന്നെ വലിയ രോക്ഷത്തിലാണ്, വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം വളരെ സമാധാന അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു നാട് കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിന്റെ പേരിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. പേരാമ്പ്രയിലെ അനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുരുളഴിക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. 2 പേർ പിടിയിലായിരിക്കുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. ഐ ലീഗ് ഫുട്ബോളിൽ വിജയം തുടരാൻ ഗോകുലം കേരള FC അല്പസമയത്തിനകം ഇറങ്ങും. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ശ്രീനിധി ഡക്കാനാണ് എതിരാളികൾ. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. അരുൺ, ഗോകുലത്തിന്റെ പ്രതീക്ഷകൾ എങ്ങനെ? അരുൺ, റിജിത്ത്, അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ഐസ്വാൾ FC-യുമായി നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഗോകുലം കേരളം ഇന്ന് കളത്തിലിറങ്ങുന്നത്. അതായത് ലീഗിൽ അവശേഷിക്കുന്ന 4 മത്സരങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ലീഗിൽ ജേതാക്കളാകാൻ ഗോകുലം കേരള FC-ക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായിട്ടുള്ള മത്സരമാണ്. നിലവിൽ 20 മത്സരങ്ങളിൽ നിന്ന് 36 പോയിന്റുമായി ഗോകുലം കേരള FC പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ഉള്ളത്. നിലവിലെ 4-ാം സ്ഥാനക്കാരായിട്ടുള്ള ശ്രീനിധി ഡക്കാൻ FC-യുമായിട്ടാണ് ഗോകുലം കേരളയുടെ മത്സരം. ഏറെ പ്രതീക്ഷയുമായിട്ടാണ് ഗോകുലം കേരളം ഇന്ന് കളത്തിലിറങ്ങുന്നത്. നായകൻ സാഞ്ചസിന്റെ മിന്നും പ്രകടനം ഫോമിൽ തുടരുകയാണ്. അതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. പ്രതിരോധ നിരയിൽ ഉണ്ടായിരുന്ന ചില പോരായ്മകൾ ഉൾപ്പെടെ പരിഹരിച്ച് ഗോകുലം കേരളം ശക്തമായ മുന്നേറ്റം നടത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിലും പങ്കുവെക്കപ്പെടുന്നത്. അല്പസമയത്തിനകം കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കും. ഇന്ന് വിജയിച്ചാൽ 2-ാം സ്ഥാനത്തേക്ക്, പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തേക്ക് ഗോകുലം കേരള FC-ക്ക് ഉയരാൻ സാധിക്കും. ശരി, ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള ശ്രമം ഗോകുലത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടാവും. ഈ റിപ്പോർട്ടോടുകൂടി ഇന്ന് സംഭവിച്ചതിന്റെ സമയം പൂർത്തിയാവുകയാണ്.